വെയിലാ, വേഗം പോരാ. എന്റെ പുറകെ ഒന്നും വന്ന ഞെക്കി നോക്കിയപ്പോ പഴുത്ത് കിടക്കണം. ആഹാ, ഓ ഇത്രയും വലിയ മുരിങ്ങാക്കോൽ ഇത് എവിടെന്നാ? നമ്മുടെ വീട്ടിൽ അപൂർവം മാത്രമായി കാണുന്ന ഒരു കാഴ്ചയാണ് മുരിങ്ങാക്കോല്. കഥ പറഞ്ഞു. അത് പിള്ളേർക്ക് വളരെ ഹൃദ്യമായി. എല്ലാവരും കൂടി തലകുത്തി കിടന്ന് ചേർത്തേലവായി പലു പോയി. സൂപ്പൊക്കെ ഉണ്ടാക്കും. എനിക്കിപ്പോ ഒന്നും കേൾക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ചൂട്. രാത്രി 10 മണി തൈരിൽ കടുക് പൊട്ടിച്ചു കഴിയുമ്പോ അതിന്റെ ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെന്റ് ആവും. വണ്ടി ഞാനും കൂടി വരാം. തണ്ണിമത്തൻ ചെറുതാണല്ലോ. സ്കൂട്ടർ കംപ്ലൈന്റ് ആയി പോയി. സ്കൂട്ടർ നന്നാക്കാൻ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. കാലാദ്യം കൊണ്ട് വെക്കട്ടെ കേട്ടോ. അതിന്റെ ട്രെയില് ചേച്ചി വരാം, എന്നിട്ട് അതെടുക്കാം. ഓക്കെ. ഭയങ്കര വെയിലാ, വേഗം പോരാ. എന്റെ പുറകെ ഒന്നും വന്ന ആ അയ്യാല് പോയപ്പോഴാ ഞെക്കി നോക്കിയപ്പോ പഴുത്ത് കിടക്കണം. ഇന്നലെ പഴുത്തിട്ടില്ല. എന്നാന്ന് പറഞ്ഞില്ലല്ലോ. എത്ര നാളായി. എനിക്ക് അപ്പയ്ക്കും ഇഷ്ടമല്ലാത്ത, നിനക്ക് ഇഷ്ടമുള്ള അപ്പ മേടിച്ച മുട്ടപ്പഴത്തൈ, മുട്ടപ്പഴം പഴുത്തു. അതെ 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 അതെ. വെയിലൊരു ഇച്ചിരി കൊള്ളുമ്പോ തന്നെ തല കറങ്ങണ വെയിലാ. ഈ സമയത്ത് വെയിൽ അടിക്കാൻ പാടില്ല എന്നാട്ടോ പറയണേ. ആ പഴുത്തു. ഞെങ്ങണ്ടോ? ഇത് ഞെങ്ങനില്ല. ആ ഞെങ്ങി ഞെങ്ങി കണ്ടോ? കിളികൾക്ക് കൊടുക്കണില്ലാന്നായിരിക്കും അവര് പറയണേ. ആ അതെ അതെ അതെ. പറഞ്ഞോ. ഇതേ നമ്മള് വീഡിയോ ഇട്ടപ്പോ ഒരാള് പറഞ്ഞേ ഇതിന്റെ ചറം കിളികൾക്ക് ഇഷ്ടല്ലാന്ന്, അതുകൊണ്ടാണ് ഇത് കഴിക്കാത്തത്. വെറുതെ അല്ല, ഞാൻ തൊണ്ടി എത്തിത്തരാം. ഇത് പഴുക്കാൻ മാത്രമാണ് താമസം. അയ്യോ, ക്ഷമ അറ്റുപോകും. അതെ അതെ, അമ്മയ്ക്ക് തീരെ ക്ഷമയില്ല. അമ്മ പിന്നെ ഇത് മറന്നു ഇതിനെ കുറിച്ച്. എല്ലാ ദിവസവും തുണി എടുക്കുമ്പോ വന്ന് ഞെക്കി നോക്കും, കാരണം അറിയൂല കവറിൽ കിടക്കണം. അപ്പൊ ഇപ്പൊ ഞെക്കിയപ്പോഴാണ് അറിഞ്ഞത്. ഉച്ചക്ക് കാലത്തെ നോക്കിയില്ലായിരുന്നു, പണിത്തിരക്കായതുകൊണ്ട്. നമുക്ക് വേഗം പോയി ഞാൻ കഴുകിച്ച് തുണ്ടി എത്തിത്തരാം. എന്നിട്ട് നീ തിന്നണ കാണിച്ചു. എനിക്കിതിന്റെ മണയം ഇഷ്ടമല്ല. മണത്ത് നോക്കി. മുട്ട മഞ്ഞയുടെ പച്ച മുട്ടയുടെ മഞ്ഞ കുരുവിന്റെ മണം. ചെത്ത കിളികള് ഇപ്പൊ ചെലച്ചു അവിടെ അല്ലേ? അതെ അതെ അതെ. ചെലപ്പോ പഴം പറിക്കണത് അവർക്ക് മനസ്സിലായി കാണും കേട്ടോ. വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് സ്മെല്ല് കൊണ്ട് അവർക്ക് ഇഷ്ടം. പക്ഷെ മുട്ടപ്പഴം തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. അപ്പൊ നമുക്ക് കാണിക്കാം. വെയിലത്തൊന്ന് വന്നിട്ട് എന്നാണ് അമ്മയുടെ റൂമിനുള്ളിൽ കേറുമ്പോ ആശ്വാസമാണോ ചൂടാണോ? ചൂടില്ല, ഇതിന്റെ ഉള്ളിൽ തണുപ്പാട്ടോ. കാരണം ഉണ്ടല്ലോ അതേ അവിടെ മൊത്തം മച്ച. ഇവിടെ ഇത്തിരി ഭാഗമേ ഉള്ളൂ വാർക്ക, കുറച്ചേ വാർക്കയുള്ളൂ. പിന്നെ ഫ്രണ്ട് മുഴുവൻ മരങ്ങൾ, അത് കാരണം തണവുണ്ട്. അതുകൊണ്ട് ശരിക്കും റൂമിന്റെ ഉള്ളിൽ കേറുമ്പോ AC യുടെ ആവശ്യമില്ല. ശരിക്കും കൂളിങ്ങാ. അതെ. പാത്രം എടുത്തൊന്നും ഇവിടെ ഇരുന്ന് ചെത്താം കാറ്റത്തെ. മുട്ടപ്പഴം തൊണ്ടി എത്തി. ഇതിലുള്ളത് കടിച്ചെടുത്തോ? അല്ലെങ്കിൽ തരാം. വേണ്ട, ഞാൻ എടുത്തോളാം. കടിച്ചു തിന്നുമായിരിക്കും നല്ലത് കേട്ടോ. ഈ തൊണ്ടൊക്കെ കളഞ്ഞേക്കാം. തൊണ്ടിന് ഒരു മുട്ട കായാണത്. കായ് ആ ബ്രൗൺ കളറിലുള്ള. അതിൽ നിന്ന് അങ്ങ് എടുത്തോട്ടോ. സത്തുള്ളതല്ലേ, ഇഷ്ടമുള്ളതുമല്ലേ, അതുകൊണ്ടാണ്. തൊണ്ട് കായ നടണോ? നീ ഇപ്പൊ നടണമെന്നില്ല. ഇനി വേണമെങ്കിൽ അവിടെ തൈ വരണം മേടിച്ച് വെക്കാം. പിന്നെ ഇതിന്റെ കായ തണ്ട എന്നത്തെ കാലത്താണ് തൈയായിട്ട് മേടിച്ച് നട്ടോണ്ട പെട്ടെന്ന് കായ. നീ വേണമെന്ന് പറഞ്ഞു വേണ്ട. അപ്പൊ നമുക്കിത് കഴിക്കാം. ഇനി നമുക്കിത് ഓരോന്ന് കഴിക്കാം. അതെ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോഴും ഇത് കഴിക്കാൻ ആർക്കും കൊതി ഉണ്ടാവില്ല അല്ലേ? പക്ഷെ ഇത് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, നൊസ്റ്റാൾജിയ ഇഷ്ടമുള്ളവരും. മുട്ട ഉണ്ണിയുടെ അതേ ടേസ്റ്റ്, അതിന് ഇത്തിരി മധുരം ഉണ്ടാവും, അത്രേ ഉള്ളൂ. മുട്ട ഉണ്ണി പുഴുങ്ങിയത് കേട്ടോ.
അതിന് ഇത്തിരി മധുരം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. സെയിം ടേസ്റ്റാ. മധുരം ഇതിന് ഇത്തിരി കുറവാ. ഇച്ചിരി കൂടി പഴുക്കാനുണ്ട്. അതാ ചിലപ്പോ കിളികളിൽ കഴിക്കുമ്പോഴേ അവരുടെ കൊക്കില് കൊട്ടിപ്പിടിക്കും. അതായിരിക്കും കഴിക്കാത്ത. ഓ ഇത്രയും വലിയ മുരിങ്ങാക്കോല് ഇത് എവിടെന്നാ? ഓ ഇത് അവിടെ ഉണ്ടായതാണോ? ഓ ജെസ്സി ആന്റിയുടെയാ? സോ ബിഗ്. ആ ഓ മുരിങ്ങാക്കോല് കഴിക്കണമെന്ന് വിചാരിച്ചപ്പോഴേക്കും മുരിങ്ങാക്കോല് കിട്ടി. ഇത്രയും ലോങ്ങാ. ആ ഇത് അളവനാ. ദേ അമ്മ ഈ മുരിങ്ങാക്കോല് കണ്ടോ? നോക്കി അമ്മ അത് പിടിച്ചേ. ഹൈറ്റ് എത്ര ഉണ്ടെന്ന് നോക്കാനാ. പൊക്കി പിടിക്കും. ഇളവനാ ഇളവനാ നല്ല കറക്റ്റാ. എത്ര ഉണ്ട്? 103 ഇഞ്ച്. 103 സെന്റിമീറ്റർ. 1 മീറ്റർ 3 സെന്റിമീറ്റർ. ഓ സോ ബിഗ്. 3 അടി 3 സെന്റിമീറ്റർ. ആ വളരെ ബിഗ്ഗാ. ചക്കക്കുരൊക്കെ തീർന്നു. എങ്ങനെയാണ് ഈ വലിയ മുരിങ്ങാക്കോല് ഹാൻഡിൽ ചെയ്യണേന്ന് ഞാനൊന്ന് നോക്കി പഠിക്കുക കേട്ടോ. തയ്യാറാക്കുമായിരുന്നു. അത് ഇച്ചിരി സമയമെടുക്കുന്ന പരിപാടിയായിരുന്നു. പിന്നെ പുളിയും കഴിഞ്ഞിട്ട് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. വൈറ്റിലെ ജെസ്സി ആന്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുരിങ്ങാക്കോലാണ്. അതിന്റെ ലെങ്ത്തൊക്കെ അപ്പ പിടിച്ചിട്ടുണ്ട്. ഞാൻ മറന്നുപോയി. 3 അടിന്നോ അങ്ങനെ ഏതാണ്ട് അപ്പ പറഞ്ഞേ. ഇനിയിപ്പോൾ അപ്പം ഇവിടെ തൽക്കാലം ഇല്ല. വേറൊരു ജെസ്സി ആന്റിയുടെ ഒക്കെ ഒരു പിന്നെ വേറൊരു മോള് കസിൻ സിസ്റ്ററിനെ കാണാൻ പോയിട്ട് സുഖമില്ലാതിരിക്കുക. അപ്പയും വല്യപ്പയും ബിജു വീട്ടിലെ ചേച്ചിയും കൂടെയാണ് പോയേക്കണം. അപ്പം ഞാനിതങ്ങ് എടുത്ത് കറി ഉലർത്താനെടുക്കാൻ നോക്കും. നമ്മുടെ വീട്ടിൽ അപൂർവം മാത്രമായി കാണുന്ന ഒരു കാഴ്ചയാണ് മുരിങ്ങാക്കോല്. അതെ. ഇവിടെ എന്താ അങ്ങനെ മുരിങ്ങാക്കോല് മേടിക്കാത്ത? മുരിങ്ങാക്കോല് മേടിക്കും. അത് ഈ വരവ് പോലെ അതത്ര നല്ലതല്ല. പിന്നെ ഏഞ്ചലിന്റെ അവിടെ നിന്ന് കൊണ്ടുവരും. പണ്ട് തിരുമറിയിൽ നിന്ന് കൊണ്ടുവരായിരുന്നു. ഇപ്പൊ അവിടുത്തെ മരം ഉണങ്ങിപ്പോയി തോന്നുന്നു. ഇപ്പൊ അവിടെ ഇല്ലാന്ന് എനിക്ക് തോന്നണം. കൊണ്ടുവരാറുണ്ട് അമ്മാച്ചൻ പണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പച്ചക്കറിയാ. പൊന്തൻ മുരിങ്ങക്കോല് കൊള്ളൂല. ഇതുപോലെ നാടിനാണെങ്കിലേ രുചിയുള്ളൂ. അപ്പൊ 2 മേടിച്ച് മുരിങ്ങക്കായി നട്ടിട്ടുണ്ടോ? പക്ഷെ അങ്ങ് പിടിക്കണില്ല. പിടിച്ചിട്ടുണ്ടോ? മുരിങ്ങയ്ക്ക് വെള്ളം പാടില്ലെന്നാ പറയുന്നത്. ആണോ? നനവ് പാടില്ല. നനവുള്ളടത്ത് നട്ടാൽ മുരിങ്ങക്കായ ഉണ്ടാവുമെന്നൊക്കെ പറയും പണ്ടത്തെ കാരണമാണ്. ഇവിടെയും ഫാന്. അവിടെ ഞാനിരിക്കുവായിരുന്നു. അവിടെയും ഫാനാ. എന്നിട്ടും കാറ്റ് പോരാ. അതെ. മഴയൊന്ന് പെയ്തായിരുന്നു. കോട്ടയം ഭാഗത്തേക്ക് മഴയുണ്ടെന്നാ പറയണത്. പിന്നെ അവര് കോട്ടയത്തിനാ പുറപ്പെട്ടേക്കണ. അതെ 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 വരുമ്പോ അറിയാം അല്ലേ? അതെ. ഇത്രയും ഉണ്ടല്ലോ. ഒട്ടും മൂത്തിട്ടില്ല. പാകം മൂപ്പ. ഇളവനാ. നല്ല പാകം. സാമ്പാറിനോ വീടിനൊക്കെ നല്ല. അപ്പ പറഞ്ഞതുപോലെ തന്നെ ചക്കക്കുരു കിട്ടിയല്ലോ. പക്ഷെ അതാ വെജിറ്റബിൾ ട്രേയില് കുറച്ച് ഇട്ടിരുന്നതാ. അത് ഇനി തീർന്നു. ഇനി ഒരു തരി പോലും കിടക്കില്ല. അപ്പൊ ഇനി മുരിങ്ങാക്കോലല്ലേ, ചക്കക്കുരു വേവായി കേട്ടോ. മുരിങ്ങാക്കോൽ അതിലേക്ക് ഇട്ട് ഞാൻ വിസിലടിപ്പിക്കുന്നില്ല. തുറന്നു വെച്ചാ വേവിക്കണം. ഇന്നാലും നമ്മൾ ഇട്ടിട്ടേ പായസം പോലെയായി പോയി. കോലും തിരിഞ്ഞ. അത് കാരണം ഞാൻ ഇത്തവണ തുറന്നു വെച്ചങ്ങ് വേവിക്കുക. ഇത് ഉലർത്താല്ലേ ഉദ്ദേശിക്കണേ? ഉലർത്ത. ചക്കക്കുരും മുരിങ്ങക്കോലും കൂടെ ഇട്ട് ചാറ് വെക്കൂല. മുരിങ്ങക്കോല്
തേങ്ങ അരച്ച് പരിപ്പിട്ട് ചാറ് വെക്കും, ചുമ്മാ ചാറ് വെക്കും. ചക്കക്കുരു ചേർത്ത് ചാറ് അങ്ങനെ വെക്കാറില്ല. അപ്പൊ ഇത് ഉലർത്താനാണ്. അത്ര ദിവസമല്ലേ സാധനമുള്ളൂ. കുരു കൂടുതലുണ്ടെങ്കിൽ നല്ലതായിരുന്നു, കുരു ഇല്ല. ഇനിയിപ്പൊ അത് വെന്ത് കഴിയുമ്പോൾ ഉലർത്താം. കാണിക്കാം. നേരത്തെ ഓൾറെഡി ചെയ്തിട്ടുള്ളതാ. ഡ്രം സ്റ്റിക് ചക്കക്കുരു വെന്തു വെള്ളം വറ്റി ഉലർത്താട്ടോ. ഇനി പുലർത്തല് സാധാരണ പോലെ തന്നെ, പ്രത്യേകതയൊന്നുമില്ല. 2 തരം ഉള്ളി, വേപ്പില, മൂത്ത് വരുമ്പോ മുളക് പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക. എന്നിട്ട് നമുക്ക് ഉലർത്തിയെടുക്കാം. ഈ മുളകും മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇടാട്ടോ. അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാ, അതുകൊണ്ടാ പിന്നെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത കേട്ടോ. ചതച്ച മുളക് പൊടിയാ അമ്മ ഇവിടെ ചതച്ചതാ, ഷേർലി ചേച്ചിയുടെ അല്ല. ഞാൻ ചതച്ചതാ. എനിക്ക് പക്ഷെ ഇതിനകത്ത് മുളക് പൊടി ഇടണ ഇഷ്ടം. കളർ കിട്ടും. കളറ് ഞാൻ ചിലതിനൊക്കെ ഇതിടും, ചിലതിന് പൊടി ഇടും. ഇങ്ങനെയൊന്നുമില്ല. എനിക്ക് ചിലപ്പോ ചതച്ചിടണമെന്ന് പറയുമ്പോ ആരെങ്കിലും ഇടും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇടാട്ടോ. മൂട്ട് ഇത് വേണേ. ൂന്നുള്ള സൗണ്ട് അങ്ങനെ കോലൊക്കെ റെഡിയായി. ഇനി നമുക്ക് ചോറ് വിളമ്പാം. നേരം കാണാം. ഇപ്പൊ വിളമ്പല്ല, വിളമ്പുമ്പോ കാണാം. ഓക്കെ ബൈ ബൈ. പറ്റില്ല, ചൂട് രക്ഷയില്ല. രാത്രി 8:30. അതെ. പക്ഷെ ആ 2 മതി ഒരു കൂട്ടാത്തിന്. അതെ 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 അതെ. ചാറുകറിക്ക് ധാരാളം. ഒരത്തിയിലൊന്നുമില്ല. എത്രയാ? 3 അടിയാ? എത്രയായിരുന്നു 3 അടി 4 ഇഞ്ച് 5 ഇഞ്ചായിട്ട്. ആ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്. 105 സെന്റിമീറ്റർ. അപ്പൊ അതൊക്കെയാണ് വിശേഷം. ഇതന്നെ ഒരു ബ്രെഡ് പോക്കറ്റ് മാറ്റി വെച്ചേക്കണേ. അത് മതി. 3 എണ്ണം കഴിച്ചു. അപ്പ മണി 9 ഇനി അത്താഴം കഴിക്കാനുള്ള വെജിറ്റേറിയൻ മീലാണെങ്കിൽ പേന തന്നപ്പോ ആ പിള്ളേരോട് ഒരു കഥ പറഞ്ഞു. അത് പിള്ളേർക്ക് വളരെ ഹൃദ്യമായി. എല്ലാവരും കൂടി തല കുത്തി കിടന്ന് ചിരി. ചേർത്തയുടെ വായിന്ന് പല്ലു പോയി. മറ്റേ സുകുമാരടി കൊണ്ട് ഒരു എഴുത്തയച്ചത് നീ കേട്ടില്ലേ? അത് ഏതാ? തുടക്കം പറഞ്ഞാൽ ചിലപ്പോ ഓർമ്മ വരുമായിരിക്കും. വൈക്കം മുഹമ്മദ് ബഷീർ ഒരു എഴുത്തയച്ചു. സുകുമാർ അഴീക്കോടിന്റെ കൈയക്ഷരം അത്ര നല്ലതല്ല വായിക്കാനായിട്ട്. ചെറുതുമാണ്, കൂടി പിടിച്ചിരിക്കുന്നതാണ്. അവര് തമ്മിൽ കത്തിടപാടുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക്. അന്ന് പത്രമാധ്യമങ്ങളൊന്നും ഇല്ലല്ലോ. ബഷീർ അത് വായിക്കാൻ പഠിച്ച പണി നോക്കിയിട്ടും രക്ഷയില്ല, വായിക്കാൻ പറ്റിയില്ല. ഉടനെ തന്നെ വീട്ടിലുള്ള മറ്റംഗങ്ങളെ കാണിച്ചു, അവർക്കും വായിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ബന്ധുക്കളെ കാണിച്ചു, അയൽവക്കത്തുള്ളവർ, അവർക്കും വായിക്കാൻ നിവൃത്തിയില്ല. പിന്നെ കൈയക്ഷരം വായിച്ച് അതിന്റെ പൊരുൾ അറിയാനായിട്ട് ആകെയുള്ള ഒരു മാർഗം മെഡിക്കൽ ഷോപ്പാണ്. കാരണം ഡോക്ടർമാർ ഏത് തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻ എഴുതിയാലും അവര് അത് വായിച്ച് ഗ്രഹിച്ച് അതിന് മരുന്ന് കൊടുക്കാറുണ്ട്. അതനുസരിച്ച് മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തയച്ചു. മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തയച്ചു കഴിഞ്ഞപ്പോ അവരത് വായിച്ച് 12 കൂട്ടം മരുന്ന് കൊടുത്തയച്ചു. അതില് 3 വയറിളക്കാനുള്ള മരുന്നായിരുന്നു. അപ്പൊ തത്വമസി, പ്രിയപ്പെട്ട തത്വമസി എന്നും പറഞ്ഞുകൊണ്ട് ബഷീർ സുകുമാർ അഴീക്കോടിന് തിരിച്ചെഴുതിയതിന്റെ വിവരങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അവസാനം ഇത് എന്ത് ചെയ്യണം ഞാൻ തത്വമസി എന്ന് പറഞ്ഞ് പുള്ളി ഒരു മറുപടി അയച്ചു എന്ന് ഞാൻ എവിടെയോ വായിച്ചു. അപ്പൊ ഈ കഥ പറഞ്ഞ് പിള്ളേരെല്ലാവരും കൂടി ചിരിച്ച് അവരെ ഒരു പരിവായി. അത് ശരി. എല്ലാവരും കൂടി ഒരു ചിരി. അപ്പൊ ഒന്ന് കോട്ടയം വരെ പോയിട്ട് അവിടുത്തെ ഒരു ആന്റീനെ കാണാൻ വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളാണ്. അവിടെ പോയി വന്നതിന് ശേഷം അമ്മ വിശേഷങ്ങൾ ആരായുമാണ്. വാർദ്ധക്യം ആയി ഇവിടെ വന്നുകൊണ്ടിരുന്നപ്പോ 2 കയ്യിലും നിറയെ അച്ചപ്പം, കുഴലപ്പം, മാമിച്ചെടുത്തിടാൻ ഉണ്ട, മുത്തുമാലകള്, നിനക്ക് മുത്തുമാല, പേഴ്സ്, ഇതൊക്കെ. അത് കൂടാതെ അപ്പച്ചനും എനിക്കും ഇഷ്ടം പോലെ പിക്കിളുകള്, പിന്നെ
ചക്കപ്പഴത്തിന്റെ ജാമ, പിന്നെ വടുകപ്പുളിയ നാരങ്ങയുടെ ജ്യൂസ്, ഇതെല്ലാം കൊണ്ടുവരുമായിരുന്നു ഇഷ്ടം പോലെ. ഇപ്പൊ അളിയൻ മരിച്ചുപോയി, കുട്ടികളില്ല. അളിയന്റെ ജ്യേഷ്ഠന്റെ മകനും കുടുംബമാണ് കൂടെ താമസിക്കുന്നത്. അവിടെ പോയതാ. തറവാട്ടിലെ ചേട്ടനും ചേച്ചിയും മോനും പെങ്ങടെ പോയിച്ചു വന്ന വിശേഷങ്ങൾ പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ ഇന്നത്തെ അത്താഴം. ഇനി ദിവസങ്ങൾ ബാക്കി. ഏതിന്? ഈസ്റ്ററിന്. ലിസിയാൻറ്റിയുടെ മുരിങ്ങാക്കോല. നമ്മുടെ വെജിറ്റബിൾ ട്രേയിൽ കിടന്ന 5-6 ചക്കക്കുരു ഉണ്ടായിരുന്നു. ചക്കക്കുരു തീർന്നു. ഈ ചക്കക്കുരു മാങ്ങയും വെക്കാൻ നിർത്തിയില്ല. ഈ ചക്ക മൂത്തു വരണം കേട്ടോ. മുരിങ്ങാക്കോല അരികിൽ ഇടുവാണേ. മുരിങ്ങാക്കോലും ചക്കക്കുരു പേരിന കോലാണ് കൂടുതൽ. നിങ്ങൾ കണ്ട ആ കോല് ഞങ്ങൾ ഈ പരുവത്തിലാക്കി എടുത്താട്ടോ ഉലർത്തി. 3 അടി വലിപ്പമുള്ള ഡ്രം സ്റ്റിക്ക്. അതെ, ഈ മുരിങ്ങാക്കോല് കൊണ്ട് ചിലർ സൂപ്പൊക്കെ ഉണ്ടാക്കും. എനിക്കിപ്പോ ഒന്നും കേൾക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ചൂട്. രാത്രി 10 മണി ചൂട്. പൊന്നെ, നമുക്ക് കഴിക്കാൻ ഞങ്ങളൊക്കെ എടുക്കണ്ടു കേട്ടോ. അതിപ്പോ ഒരാക്കടെ തന്നെ എടുത്തന്നേ ഉള്ളൂ, എല്ലാവർക്കും ഉണ്ട്. അതെ, ഓക്കെ. അപ്പയുടെ 3 അടി വലിപ്പമുള്ള മുരിങ്ങാക്കോല് വന്നു. 3 അടി വലിപ്പമുള്ള മുരിങ്ങാക്കോല് അമ്മ ചക്കക്കുരു ആക്കി ചേർത്തു. നല്ല മുരിങ്ങാക്കോല, കണ്ടിട്ട് അങ്ങനെ തോന്നിച്ചു. സോഫ്റ്റാ. ചക്കക്കുരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെ, ഇത് കണ്ടാ അറിയാം നല്ലതാണ് മുരിങ്ങാക്കോല്. പ്രശ്നമേ ഉള്ളൂ, ഫ്ലഷ് കുറവാണ്. ഔട്ടർ പോർഷൻ ആണ് കൂടുതൽ. എന്നാലും കുഴപ്പമില്ല, സോഫ്റ്റ് ആണ്. അപ്പൊ അത് ചക്കക്കുരു കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല രുചിയായി. അതിന്റെ മൂപ്പും പാകമായിരുന്നു. അതെ 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 അതെ, ശരിയാ. അത് കണ്ടാ അറിയാം. ഇളവനും മൂപ്പ് കൂടിയതും ഒക്കെ നമുക്ക് കണ്ടാ അറിയാലോ. അത് നല്ല മുരിങ്ങാക്കോൽ ഇടാനുള്ള പാത്രം വന്നു. തൈര് കറക്റ്റാണ്. അതിന്റെ പുളി കടുക് പൊട്ടിച്ചാൽ സൂപ്പറാണ്. ഈ തൈരിൽ കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് എൻ്റയർലി ഡിഫറെന്റ് ആവുകയാണ്. ഇച്ചിരി എടുത്തോളല്ലോ. മതി, അത്താഴം എനിക്ക് വേണ്ടാതെയോ. ചോറധികം ഉണ്ട്. ചോറ് കൂടിപ്പോയി, സമയവും വൈകിയെന്ന് അവിടെയൊക്കെ പോയി.